ഉള്ള 28 കവിതകളാണ്. ഞാനതിന് ഞാനൊരു 5 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. അധ്യക്ഷത ഒരുപാട് സംസാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതാണ് എ വേർഡ് ഫോർ വേർഡ്സ്. അതിനു മുമ്പ് the foreword was so brilliantly phrased. വളരെ ആഴത്തിലുള്ള അർത്ഥവ്യാപ്തി ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ സമഗ്രമായ ഒരു ഫോർവേഡാണ് പ്രിയപ്പെട്ട എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റും. അത് ഫോർവേഡ്. പിന്നെ അതിനുശേഷം ഒരു പ്രിഫേസ് എഴുതിയിട്ടുണ്ട് മാനസാട്ടോ. പ്രിഫേസും ഫോർവേഡും. സാധാരണ ഫോർവേഡ് എഴുതിയ ആളല്ല എഴുതുക, അങ്ങനെയാണ് അല്ലേ? അങ്ങനെയാണ് സാധാരണ ഫോർവേഡ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. പക്ഷേ ഇവിടെ പ്രിഫേസിലും ആ കവിതയുടെ വൈവിധ്യം അനാവരണം ചെയ്യുന്ന രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ അതിനകത്തുണ്ട്. അതാണ് I found Manasa to be extremely talented because I remember once when Vidya teacher showed me the poems and they were sitting together and editing it. I found these poems, another thing I would like to tell you, these were not written in the recent years. Many of them were written much before. So it shows that kind of understanding and maturity even at such a small age. And I found her to be extremely talented and a lot of seeds potential for growth. So I was also discussing with a poet, Vishnu Prasad sir, that both of us, as I also noted, he has also noted, there's a kind of progression in the സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പണ്ട് ഗദ്യത്തിലാണോ പദ്യത്തിലാണോ പ്രസംഗം എന്നുള്ള ചോദിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്നത്ര ചോദിക്കും. കേരള പാണിനി അതിലാണോ പറയുന്നത്, മകള് പട്ടിണിയാണെങ്കിലും പുസ്തകം സ്കൂളിലേക്ക് പോകുമ്പോൾ പുസ്തകം ഇല്ലാത്ത സമയത്ത് കടക്കാരന് കൊടുക്കുന്ന കുറിപ്പ് കവിതയിലാണ്. ഇന്ന് അങ്ങനെ കുട്ടൻ നമ്പർ പേര് കൺഫ്യൂഷനായിപ്പോയി. ഞാൻ ബൈക്കിനെ കൂട്ടിയത് ഇങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ മുമ്പിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു കുറിപ്പ് കൊടുത്തിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്താണ് ഒരു കുറിപ്പ് കൊടുത്തതെന്ന് വയ്ക്കും. ഒരു കടയിൽ പോകുമ്പോൾ ഇതാണ് പട്ടിണി ആയതുകൊണ്ട് തൽക്കാലം പൈസയില്ല പിന്നത്തിനാന്നുള്ളതാണ്. കുട്ടിക്ക് ഒരു പുസ്തകമാണ്. ബാലശിക്ഷക്കലട്ടുന്നു ബാലപുത്രി സരസ്വതി അലട്ടു തീർത്ത് വിട്ടേക്കു വില വില തരാമല്ലോ. ഇന്നത്തെ കാലത്ത് അങ്ങനെ കുറിപ്പ് കൊടുത്തേച്ചാൽ നമ്മളെ അവരിങ്ങോട്ട് വന്ന് അലട്ടും ഇല്ലേ? ഒരു കാലത്ത് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പല രീതികളൊക്കെ ആയിരുന്നു. ഞാൻ ആ കോണ്ടെക്സ്റ്റിലേക്കൊന്നും പോകുന്നില്ല. മാനസയുടെ ഈ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഒരാൾക്ക് ഈ കാലത്ത് കവിത എഴുതാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല, അവളുടെ കവിതയുടെ ടൈറ്റിൽ തന്നെ ബിയോണ്ട് ദ ഗ്ലാസസ് എന്നുള്ളതാണ്. മനസ്സ് സ്പെസിഫിക് അപ്പൊ പെട്ടെന്ന് ആ ഒരു ടൈറ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കൂടുതൽ ജീവിതത്തിലേക്ക് അഡ്വാൻസ് ചെയ്യുമ്പോൾ the more foggy it becomes എന്നുള്ളതാണ്. നേരത്തെ ഒരു ട്രാൻസ്പെറൻസി. ഇപ്പൊ ഡൽഹിയിലൊക്കെ പോയ അനുഭവം അങ്ങനെയാണ്. ഞാനിപ്പോ അടുത്ത് ഡൽഹി പോയപ്പോൾ ഒന്നും കാണാനില്ല. ഒരു 10 മീറ്റർ അകലെ പോലും കാണാൻ പറ്റില്ല. ഇന്നലത്തെ പത്രവാർത്ത എന്ന് പറയുന്നത് 200 വിമാനങ്ങൾ ചുറ്റിക്കറങ്ങി ട്രെയിനുകൾ സ്റ്റോപ്പ് ആവുന്നു. എന്നുവെച്ചാൽ യു കോൺ ഡ്രൈവ്. എന്തുകൊണ്ട്?
കാഴ്ചയില്ല എന്നുള്ള ഒരു 10-20 മീറ്റർ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. ഇതൊരു മെറ്റഫോറിക് ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് കാലം കൂടുന്നതും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരെയാണ് കാണുന്നത്? നിങ്ങൾ പറയുന്നു ഐ സി എവരിബഡി. സത്യത്തിൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കണം. രണ്ടർത്ഥത്തിലാണ് ഞാനത് പറയുന്നത്. ഐ മീൻ, നമ്മൾ ഒരാളെ കാണുക എന്ന് പറയുന്നത് ഒരു പോയറ്റിക് സെൻസ് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എൻ അപ്പറന്റ് സെൻസ് ഓഫ് സീ. ഒരാളെ കാണുന്നു എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഒരു ബെഞ്ചിൽ ഇരിക്കുമ്പോൾ can you understand or can you see your friend on the other end of your bench? In what sense you can say that you know that person? ഏത് അർത്ഥത്തിലാണ് ആ കുട്ടി നിങ്ങൾക്ക് അറിയാം എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ വിഷയത്തിൽ ഞാൻ ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പറയും ഐ നോ ഹിം ബൈ, ഇന്നതാണ് പേര്, ഇന്നതാണ് വീട്ട് അഡ്രസ്സ്, ഇന്നതാണ് പിന്ന്, ഇന്നതാണ് ഇൻസ്റ്റ അക്കൗണ്ട് നമ്പർ, ഫേസ്ബുക്ക്, FB, എവറിത്തിങ്, പിൻ കോഡ്, വീട്ടിലേക്ക് പോകേണ്ട വഴിയിലെ മണി പറഞ്ഞ പോലെ അടയാളം ചീമക്കൊന്ന്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കറിയാം. ബട്ട് ആസ് എ പേഴ്സൺ, ആ മനുഷ്യന്റെ വ്യക്തിയുടെ ഹൃദയമണ്ഡലത്തിലേക്കോ മസ്തിഷ്കത്തിലേക്കോ അവന്റെ ചിന്തകളിലേക്കോ അവന്റെ സങ്കടങ്ങളിലേക്കോ അവന്റെ വൈകാരികമായ ഗ്രാഫിന്റെ ഏതെങ്കിലും ഒരു ആക്സിസിലും നിങ്ങൾ പോയിട്ടുണ്ടോ? ഇല്ല. രാവിലെ ഭക്ഷണം കഴിച്ചോന്ന് നിങ്ങൾ അറിയോ? ഇല്ല. അവന്റെ ഉള്ളിലെ പെയ്തു തീരാത്ത സങ്കടങ്ങളുടെ ഘനമേഘങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? എന്താണ് സാർ അത്? ഘനമേഘങ്ങൾ. നത്തിങ്. അപ്പൊ നമ്മൾ പറയുന്നു ഐ നോ എ പേഴ്സൺ ഓൺലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് യു നോ വൺസ് നെയിം, അഡ്രസ്, ഇമെയിൽ, ഫോൺ നമ്പർ ആൻഡ് വാട്ട് നോട്ട്, ഓൾ സച്ച് ഡീറ്റെയിൽസ് ആൻഡ് ക്രെഡൻഷ്യൽസ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അഗാധ തലങ്ങളിലേക്ക് തിരിച്ചറിയുന്ന മാനവികതയുടെ ജൈവസത്തയിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റണമെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വേണം. മനുഷ്യനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം നമ്മുടെ സാംസ്കാരിക മണ്ഡലങ്ങളാകെ ഫോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുരുകന്റെ ഒരു കവിതയിൽ പറയുന്നത് എനിക്ക് കണ്ണട വേണമെന്നുള്ളതാണ്, അല്ലേ? കാഴ്ചകളെല്ലാം മങ്ങി തുടങ്ങി എനിക്ക് കണ്ണട വേണമെന്നുള്ളതാണ്. മാനസ പറയുന്നത് എനിക്ക് കണ്ണടയും പോരാ, കണ്ണടയുടെ അപ്പുറത്തേക്ക് പോകണമെന്നുള്ളതാണ്. അപ്പൊ എഗെയിൻ ആ കാലത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി. അപ്പൊ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചകൾ എന്താവും, നമ്മുടെ ബോധ്യങ്ങൾ എന്താവും, നമ്മുടെ ചിന്തകളിൽ വന്നുപെടുന്ന ഈ ഫംഗസുകൾ എന്തായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോ ബിയോണ്ട് ദ ഗ്ലാസസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചിരപരിചിതമായ കാഴ്ചയുടെ സുതാര്യതകൾ നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ഈ പറയുന്ന ഒരു ഫോഗിയായ അന്തരീക്ഷത്തിലേക്ക് തപ്പി നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ചുറ്റുപാടിലും ഉണ്ടാകുന്ന അവസ്ഥകളെ ഒരു കവിതയുടെ കൂട്ടിലിരുന്ന് കാണാൻ ശ്രമിക്കുന്ന ഒരു ഏകാഗിയുടെ നോട്ടം. അത് മാനസ ഉദ്ദേശിക്കണമെന്നില്ല കേട്ടോ, ഇത് എൻ്റെ ഒരു വ്യാഖ്യാനമാണ്. അതാണ് ഈ കവിത എഴുതി എനിക്ക് തോന്നിയിട്ടുള്ളത്. കവിത എഴുതി കഴിഞ്ഞാൽ കവിതയും കവിയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നു എന്നാണ് റുക്കി ഞാനൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുക. ഡെത്ത് ഓഫ് ദ ഓഥർ, തെറ്റിദ്ധരിക്കരുത്. ഡെത്ത് ഓഫ് ദ ഓഥർ മീൻസ് വൺസ്, നമ്മുടെ അല്ല, ടീച്ചറിന്റെ പേര്, നമ്മുടെ ടീച്ചറെ നോക്കാൻ എന്താണെന്ന് ഞാനും പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊക്കെ പഠിപ്പിച്ചത് ഇല്ല ടീച്ചറെ, എഴുതി കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്നു എഴുത്തുകാരന്റെ റോൾ. പിന്നെ ഉണ്ടാവുന്നത് ഒരു വ്യാഖ്യാനത്തിന്റെ ഒരു കോലാഹലമാണ്, ഒരു ഹെർമന്യൂട്ടിക്കൽ എന്താ പറയുക ആയിട്ടുള്ള ഒരു വലിയ ഒരു ഒച്ചപ്പാടുകളാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ എഴുത്തുകാരൻ ഓടിച്ചിരിക്കുന്നുണ്ടാവും, കഷ്ടം, ഞാൻ ജന്മത്തെ വിചാരിക്കാത്താണ് ഭാര്യ പറയുന്നത് എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റൈറ്റിംഗ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് അതിൻ്റെ റീഡിംഗ് എന്നുള്ളത്.
ഗ്രന്ഥകാരന്റെ അവസാനത്തോടെ ആവിർഭവിക്കുന്ന മറ്റൊരു സക്രിയമായ സജീവമായ ക്ലാസ്സാണ് വായനക്കാർ എന്നുള്ളതാണ്. അപ്പൊ വായന എന്ന് പറയുന്നത് എഴുത്ത് പോലെ തന്നെ സജീവമായ മറ്റൊരു എഴുത്താണ്, ഒരു റീറൈറ്റിംഗ് ആണ്. എഴുത്തുകാരൻ എഴുതിയ വാക്കുകളുടെ അർത്ഥസങ്കല്പനങ്ങളെ തൻ്റെതായ കാഴ്ചപ്പാടിലേക്കൂടിയും ബോധ്യങ്ങളിലേക്കൂടിയും ഒരു വായനക്കാരൻ അടയാളപ്പെടുത്തുന്ന അവന്റെ മനസ്സിന്റെ ചിന്തകളുടെ തരംഗ ദൈർഘ്യത്തിന്റെ ഒരു വേവ് ലെങ്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ കണ്ടെത്തുന്ന, ഊറ്റിയെടുക്കുന്ന, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒന്നാണ് അവന്റെ ഒരു ബോധ്യം. ഇപ്പൊ മാനസയുടെ കവിത ഇവിടെയുള്ള ഒരു 100 പേർ വായിക്കുമ്പോൾ 100 പേരും ഒന്നിച്ച് വായിച്ചുകൊണ്ട് കൈകൊണ്ടിരിക്കുന്ന ഒരു കവിത നമുക്ക് ഉണ്ടാവില്ല. 100 പേർക്കും 100 കവിതയാണ്. ഒരു കവി എഴുതുമ്പോൾ അത് ഒരു കവിതയും, അത് 100 വായനക്കാർ വായിക്കുമ്പോൾ അത് 100 കവിതയുമായി തീരുന്നു എന്നുള്ളതാണ് അതിന്റെ അവസ്ഥ. അതുകൊണ്ട് ഒരു കവി എഴുതുന്ന ഒരു കവിത വായനക്കാരിലേക്ക് 100ഉം 1000ഉമായി പെരുകിത്തീരുന്ന അർത്ഥവ്യാഖ്യാനങ്ങളുടെ ഒരു ഹെർമന്യൂട്ടിക്കൽ കയോസിലേക്ക് വരുത്തുന്ന വ്യാഖ്യാനങ്ങളുടെ ഒരു ദുരൂഹതയിൽ പോലും എത്തിനിൽക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. ആ തരത്തിൽ എന്താണ് കവിത എന്നുള്ള ചോദ്യത്തിന് പോലും ഓരോ എഴുത്തുകാരനും അവൻ്റെതായിട്ടുള്ള ഓരോ കവികൾ, ഇപ്പൊ വിഷ്ണുവിനോട് എന്താണ് വാട്ട്സ് പോയട്രി ടു യു എന്ന് ചോദിച്ചാൽ ഒരു ആൻസർ ആയിരിക്കും പക്ഷെ മനസ്സിലുണ്ടാവില്ല. കവിതയെ വ്യാഖ്യാനിക്കുന്ന വ്യക്തിയോട് എന്താണ് വാട്ട്സ് പോയട്രി ഇൻ യുവർ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഷി വിൽ ബി ഗിവിംഗ് സം കൈൻഡ് ഓഫ് ആൻ ആൻസേഴ്സ്. എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള, എക്സോസ്റ്റീവ് ആയിട്ടുള്ള, ഒരു ഓൾ എംബ്രേസിംഗ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഇസ് നോട്ട് പോസിബിൾ റിഗാർഡിംഗ് പോയട്രി. കവിതയെ സംബന്ധിച്ച് അത് അസാധ്യമാണ്. ഓരോരാൾക്കും ഓരോ വീക്ഷണം കൊണ്ടുണ്ടാവുന്നത്. അപ്പൊ കവിതയെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ട് ഒരുപാട് സങ്കല്പനങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇപ്പൊ പണ്ട് നമ്മൾ സ്ഥിരമായി പറയുന്ന വേർഡ്സ്വർത്തിന്റെ കവിതയെ കുറിച്ച് പറയുമ്പോൾ അല്ലേ, ഏകാന്തതയിൽ അനുസ്മരിപ്പിക്കപ്പെടുന്ന വികാരമാണ് കവിത എന്നൊക്കെ പറയും അല്ലെ. റുമിനേഷൻസ് ആണെന്ന് പറയും, ഓർമ്മിക്കലാണ്, ഓർമ്മപ്പെടുന്ന സ്മരണകളാണ് എന്ന് പറയും അല്ലെ. എലിയറ്റിലേക്ക് എത്തുന്നത് ഒരു ആൽജിബ്രിക് കൺഫ്യൂഷൻസ് ആവാം, ഒരു ക്രിസ് ക്രോസ്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് എത്തി ഇന്ന് മാത്രം കണ്ട, പരിചയപ്പെട്ട മാനസ എന്ന കവിയുടെ പുസ്തകം പ്രകാശനം ചെയ്യാനെത്തിയ ഒരു മനുഷ്യനാണ് ഈ മൈക്കിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന ചോദ്യമാണ് ആദ്യം ഈ പുസ്തക പ്രകാശനത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ മാനസയോട് ചോദിച്ചത്. കാഞ്ഞങ്ങാട് ധാരാളം സർഗാത്മകതയുള്ള എഴുത്തുകാരും കല ചെയ്യുന്നവരും സാംസ്കാരിക പ്രവർത്തകരും ഉള്ള നാടാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എഴുതുന്നവരെ, ചിന്തിക്കുന്നവരെ ഒക്കെ ഞാൻ പരിചയപ്പെടുകയും അവരുടെ പ്രവർത്തനത്തിൽ അത്ഭുതപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാനസ പറഞ്ഞത്, കുഴപ്പമില്ല, അവരെ എപ്പോഴും കാണുന്നതല്ലേ, നിങ്ങൾ ഇത്തിരി ദൂരത്തു നിന്ന് വന്നാലും നിങ്ങൾ എന്താണ് കവിതയെ പറ്റി സംസാരിക്കുന്നത് എന്ന് അറിയാമല്ലോ എന്നാണ്. പക്ഷേ ഇതുകൊണ്ട് എനിക്കുണ്ടാകണം, എനിക്ക് കാഞ്ഞങ്ങാട് കാണാൻ പറ്റി, മാനസയുടെ കവിത വായിക്കാൻ പറ്റി, മാനസയുടെ കവിതകളിലൂടെ വീണ്ടും നാം തുടരുന്ന ഈ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാൻ ചെറിയ രീതിയിലെങ്കിലും എനിക്ക് കഴിഞ്ഞു. പ്രധാനമായും ഞാനൊരു അടുത്ത ചിട്ടമില്ലാതെ കാര്യങ്ങൾ പറയുന്നത് എന്നോട് ക്ഷമിക്കുക. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ. ഈ കീനോട്ട് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടത്. കീനോട്ട് എന്നുള്ള വാക്ക് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു വാക്കാണ്. യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് കീനോട്ട്.
കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് എക്കോളജി. കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയുടെ മാറ്റത്തെ ഏറ്റവും ആദ്യം അടയാളപ്പെടുത്തുന്ന ജീവികളെയാണ് കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓൾ പോയറ്റ്സ് ആർ, അല്ലെങ്കിൽ പോയറ്റ്സ് ബിലോങ് ടു ദി സ്പീഷീസ് ഓഫ് കീസ്റ്റോൺ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ഈ കീനോട്ട് അഡ്രസ്സിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ പുസ്തകത്തെ മുൻനിർത്തി വളരെ വേഗത്തിലുള്ള ഒരു വായനയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഡിഫറൻഷ്യൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം. And what is poetry? Third one, mathematical life. 3 കാര്യം വെറുതെ തലക്കെട്ടിട്ടു എന്ന് മാത്രം അതൊന്നും കേട്ട് നമുക്ക് അന്തം വിടുകയോ അമ്പരപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ഞാൻ ഈ കാഞ്ഞങ്ങാട് ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ കാസർഗോഡ് വിദ്യാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് പലപ്പോഴും ഞാൻ വന്നിട്ടുണ്ട്. അവിടെ ഒരു ബ്ലൈൻഡ് സ്കൂൾ, അവിടെ സത്യശീലൻ എന്ന് പറയുന്ന ഒരു മാഷ് ആ ബ്ലൈൻഡ് സ്കൂളിൽ അധ്യാപകനായിരുന്ന സമയത്ത് ആണ് ഞാൻ അവിടെ പല സമയത്തും എൻ്റെ അവധിക്കാലങ്ങളിൽ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ എൻ്റെ കണ്ണുകളെ പറ്റി ഞാൻ ആദ്യമായി പരിശോധിക്കാനും കാഴ്ച എന്ന് പറയുന്നതിനെ കൂടുതൽ അടുത്തറിയാനും നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ കാഴ്ചയെ കൂടുതൽ അറിയാനും കാഴ്ചയെക്കുറിച്ച് ധാരാളം വായിച്ചിട്ടുണ്ടെങ്കിലും കാഴ്ച ആദ്യമായി പരിശോധിക്കാനും സ്വയം വിശകലനം ചെയ്യാനും ഒക്കെ എന്നെ പഠിപ്പിച്ചത് സത്യശീലൻ മാഷ്. ഈ കവിതകൾ വായിച്ചപ്പോൾ 7ാം ക്ലാസ്സിൽ മുതൽ കന്നഡ വിൽക്കുന്ന ഒരാളാണ് മാനസ എന്ന് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ കാഴ്ചയില്ലാത്ത മനുഷ്യരെ, അല്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റാത്ത മനുഷ്യരെ, ഇവരൊക്കെ നമ്മൾ വളരെ കൂടി, അല്ലെങ്കിൽ അഭിമാനമല്ല ആദരവോടുകൂടി നമ്മൾ ഡിഫറൻഷ്യലി ഏബിൾ, കണ്ണ് കാണാൻ വയ്യാത്ത ഒരു മനുഷ്യനെ ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഒരു നോർമൽ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ആ ഒരു ഡിസബിലിറ്റി കാണുന്നത്. ഇതിനർത്ഥം ഒരാൾ ഡിഫറൻഷ്യലി ഏബിൾഡ് ആണെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യലി ഡിസേബിൾഡ് ആണ് എന്ന് കൂടി അർത്ഥമുണ്ട്. അതായത് നമുക്ക് കാണാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്ന ഒരു വൈകല്യം, ഒരു കാര്യത്തെ കാണാൻ മാത്രമേ കഴിയുന്നു എന്ന വൈകല്യത്തോടു കൂടിയാണ് നാം കാഴ്ചയെ ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന് വിളിക്കുമ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കവിത എന്തുകൊണ്ടാണ് പലപ്പോഴും മനസ്സിലാകാത്തത്. നമ്മളിപ്പം മുദ്രാവാക്യമായിട്ട് കവിത വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രണയ കവിത വായിക്കുമ്പോഴൊക്കെ നമുക്ക് കവിത പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ നീലാരണ്യൻ ജോള നിവേശിത നിഹാരാദ്ര മഹാദ്രികളിൽ കാലിക സജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണ്ണിവയ്ക്ക് കതിര്, ഇതൊരു കവിതയ്ക്ക് അത്ര വലിയ പരിചയമില്ലാത്ത ഒരാൾ ഈ വരികൾ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്, എന്താണ് ഇതിനർത്ഥം? അല്ലെങ്കിൽ ആരണ്യാന്തര ഗഹുരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുലിനോപ, എന്താണിത്? മര്യാദയ്ക്ക് ഭാഷ ഉപയോഗിച്ചുകൂടെ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത് എന്ന് തോന്നാനിടയുണ്ട്. അല്ലെങ്കിൽ അത്രമാത്രം ഭാഷയെ പിന്തുടരുന്ന, അത്രമാത്രം ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മാത്രം എത്തിച്ചേരാവുന്ന ഒരു വേറിട്ട ഭാഷാഘടനയിലാണ് കവിത. എന്നിട്ട് നമ്മൾ കവികളെ ഇഷ്ടമാണ്, കവിത ഇഷ്ടമാണ്, കവിയരങ്ങിന് പോകുന്നു, കവിത പ്രകാശിപ്പിക്കുന്നിടത്ത് പോകുന്നു. എന്താണ് കവിത നമുക്ക് തരുന്നത്? കവിത കൊണ്ടുള്ള പ്രയോജനം? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ച് കവിത എന്ന് പറയുന്നത് നമുക്ക് ലോകത്തെ അറിയുന്നതിനുള്ള ഒരു മാതൃകയോ അല്ലെങ്കിൽ ഒരു മെത്തഡോളജി, നമുക്ക് ജീവിക്കുന്നതിന്റെ മെത്തഡോളജി ആയിട്ടാണ് ഞാൻ കവിതയെ കാണുന്നത്. എങ്ങനെയാണ് കവിത ഒരു മെത്തഡോളജി ആയിട്ട് മാറുന്നത് എന്ന ചോദ്യം
ഞാൻ പലപ്പോഴും ഈ കവിത എഴുതുന്നതോടൊപ്പം തന്നെ കവിതയെ ഒരു അവതരണ രൂപമായി, അല്ലെങ്കിൽ എങ്ങനെയാണ് പങ്കാളിത്തം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നൊരു കവിത ചൊല്ലുന്നു, നിങ്ങൾക്ക് കൈയടിക്കുന്നു, മനസ്സിലാകുന്നു, ചിലർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെ രണ്ടാമതൊന്ന് വായിക്കുന്നു, പിന്നെയും ശ്രമിക്കുന്നു, മനസ്സിലാകുന്നു. ഇതെന്തുകൊണ്ടാണ് ഈ കവിത മനസ്സിലാകാത്തത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കവിത ഇപ്പൊ ഞാനും അവളും കൂടി കടൽ തീരത്ത് പോയി. നല്ല കാറ്റുണ്ടായി. ഞങ്ങൾ കപ്പലണ്ടി വാങ്ങി കുറിച്ചു. സൂര്യൻ അസ്തമിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. എല്ലാവർക്കും മനസ്സിലായാലും ഞാനും അവളും കടൽ തീരത്ത് പോയി. അവൾ കാറ്റായി. എല്ലാം തരം. കവിതയിൽ മനുഷ്യർ കാറ്റാവും, പൂവാകും, കല്ലാകും. നീ എനിക്ക് ചെമ്പരത്തി പൂ പോലെയാണ്, നീ എനിക്ക് റോസാപ്പൂ. അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയോടോ അല്ലെങ്കിൽ മനുഷ്യരോട് ഉപമിക്കാത്ത ലോകത്തെ ഏക രൂപം കവിതയാണ്. അപ്പുറത്തെ പെൺകുട്ടിയെ പോലെ നീ സുന്ദരിയാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി രോഹിണിയെ പോലെ നീ എത്ര സുന്ദരിയാണ് എന്ന് ഒരു കാമുകനും ഒരു കാമുകിയോട് പറയാൻ പറ്റില്ല. മനുഷ്യനോട് ഉപമിക്കാത്ത ഒരു രൂപമാണ്, എഴുത്ത് രൂപമാണ്